ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ സിഗരറ്റ് ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോച്ച് എടുക്കുന്ന രീതിയുമൊക്കെ കാണിക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് കേട്ടോ. നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. സെപ്പറേറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് എടുക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കസ്റ്റമറിൻ്റെ കുറച്ച് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനുള്ളതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നൂർത്തതിന് ശേഷം നേരെ വീതി ഭാഗത്തേക്ക് 2ആയിട്ട് മടക്കി ഇതുപോലെ നീളത്തിൽ നമ്മൾ വിരിച്ചിടുക. അതിനുശേഷം വേസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഞാനിത് വീഡിയോ എടുത്ത സമയത്ത് കോൾ വന്നതുകൊണ്ട് അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഞാനൊന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഇത് വേസ്റ്റ് ലൈനാണ്, ഇത് ഹിപ്പ് ലൈന്. ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ ഫുൾ ലെങ്ത്. ഇവിടുന്ന് താഴേക്കുള്ള ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടക്കി ഉള്ളിലേക്ക് മടക്കി അടിക്കേണ്ടതാണ്. അത് ഞാനൊരു 2-2.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെയും എത്ര വീതിക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ അനുസരിച്ച് നമുക്കത് കൊടുക്കാവുന്നതാണ്. ഇനി വേസ്റ്റ് ലൈൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് ലൈൻ നമ്മുടെ ഹിപ്പ് റൗണ്ട്, അതായത് ഈ ഒരു ഭാഗം നമ്മൾ പാൻറ്റ് കയറ്റിയിടുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കല്ലേ കയറ്റിയിടുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പ് കഴിഞ്ഞിട്ട് വേണം വേസ്റ്റിലേക്ക് ഈ ഒരു പോർഷൻ വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വേസ്റ്റ് അതായത് ഈ ഇലാസ്റ്റിക് ഇടുന്ന ആ ഒരു ഭാഗത്തിനാണ് നമ്മൾ വേസ്റ്റ് നിന്ന് നമ്മൾ ബോട്ടത്തിൻ്റെ കാര്യം വരുമ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടം ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം കടന്നു വേണം വേസ്റ്റിലേക്ക് ഈ ഒരു ഭാഗം എത്താനായിട്ട്, താഴെ നിന്ന് മുകളിലേക്ക് ഇടുമ്പോൾ. അപ്പം നമുക്ക് കറക്റ്റ് ഈ വേസ്റ്റിൻ്റെ അളവിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻറ്റ് ഇവിടുന്ന് മേലോട്ട് കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഹിപ്പിൽ എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത് അത് തന്നെ മുകളിലേക്ക് എടുക്കുക. അതായത് ഹിപ്പ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1.5 ഇഞ്ച്. ഞാൻ ഈ 1.5 കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കും. 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പോകും, ഇവിടെയും 1/2 ഇഞ്ച് പോകും, സെൻറ്ററിൽ ഒരു ടക്കും വരുന്നുണ്ട്. അപ്പം ആ സെൻറ്ററിലെ ടക്ക് ഒരു ഓപ്ഷനിലാണ്, ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരുന്നതുകൊണ്ടാണ് 1.5 ഇഞ്ച് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി താഴെയും മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇവിടേക്ക് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി വണ്ണം കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഹിപ്പ് സൈസ് 34-35 അല്ലെങ്കിൽ ഒരു 38-നുള്ളിൽ നിൽക്കുന്ന ഒരു ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 1.5 മുതൽ 2 ഇഞ്ച് വരെ കൊടുത്താൽ മതി. ഹിപ്പ് സൈസ് കൂടുതലുള്ള കുറച്ച് വണ്ണമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 40 ഇഞ്ച് മുതൽ ഹിപ്പ് സൈസ് ഉള്ളവർക്ക് ഒരു 3 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രധാനമായിട്ട് വരുന്നതാണ് ക്രോച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡായിട്ട് നമുക്കൊരു 35 അല്ലെങ്കിൽ 38 ഇഞ്ച് വരെയൊക്കെ ഹിപ്പ് സൈസ് ഉള്ളവർക്ക്, ചെസ്റ്റ് സൈസ് അല്ല ഹിപ്പ് സൈസ് ഉള്ളവർക്ക് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 12 മുതൽ 12.5 ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി ഒരു 40 മുതൽ ഒരു 45-46 ഇഞ്ചൊക്കെ ഹിപ്പ് സൈസ് വരുന്നവർക്ക് മുകളിൽ നിന്ന് താഴേക്ക് 13 മുതൽ 13.5 ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ്. കോമൺ ആയിട്ട് നമുക്കൊരു ആ ഒരു സൈസിലുള്ളവരാണ് കൂടുതലും വരുന്നത്. അപ്പം 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള കണക്കുകൾ നമുക്ക് കാണാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തുണി ഫോൾഡ് ചെയ്തിട്ടു. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്രോച്ച് കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് ഞാനൊരു 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഒരുപാട് വണ്ണമുള്ള ആളല്ല, എന്നാലും ഒരു മീഡിയം സൈസിൽ വരുന്ന ആളായതുകൊണ്ട് ഒരു 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ക്രോച്ചിൻ്റെ ഷേപ്പ് കൊടുക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ഹിപ്പിൻ്റെ സൈസ് കഴിഞ്ഞൊരു 3 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഹിപ്പ് ലൈനിൽ 3 ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു കർവ് നമ്മൾ വരച്ച് കൊടുത്തു. ഞാനിത് ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചിട്ടുള്ളത്.
ഹോൾ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഇത് വരച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം വെച്ച് കാണിക്കാം. ഞാനിത് കൈ കൊണ്ട് ജസ്റ്റ് വരച്ചതും ആ ഒരു സ്കെയിൽ വെച്ച് വരച്ചതും ഏറെക്കുറെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ത്രൂ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് കറക്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാർക്ക് ചെയ്യുകയാണ്. താഴേന്ന്, അതായത് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 15 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മുട്ടിൻ്റെ വണ്ണം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു 11 മുതൽ 11.5, 12, 13 ഇഞ്ച് വരെയൊക്കെയാണ് സിഗരറ്റ് ബോട്ടത്തിനൊക്കെ എടുക്കുന്നത്. ആളുകളുടെ ലൂസ് എത്ര വേണോ അതിനനുസരിച്ച് വേണം. അപ്പോൾ അതിൽ നേർപകുതിയാണ് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നേർപകുതി എടുത്തതിന് ശേഷം കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുണി കുറഞ്ഞു പോകരുതല്ലോ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ഭാഗമാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനൊക്കെ ആദ്യമേ ഒരുമിച്ചിട്ടായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പം നമ്മൾ ഈ ചുരിദാർ സെറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ബോട്ടത്തിൻ്റെ തുണി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മാനേജ് ചെയ്ത് പിന്നെ നമ്മൾ ആ പുറകിലൊക്കെ ഏച്ച് വെക്കേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഏച്ചൊന്നും വെക്കാതെ തന്നെ തുണി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ചില തുണികൾ നന്നായിട്ട് വലിയുന്ന തുണികളായിരിക്കും. അതപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള കട്ടിങ് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ നേരെ വലിച്ചിടുക. കാരണം നമ്മൾ നീളത്തിലാണല്ലോ മടക്കിയത്. നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. സൈഡിലൊരു 2 ഇഞ്ച് തള്ളി വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാനിപ്പം ഒരു 3 പീസ് ഒരുമിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു സൈഡ്, ഇനി നമ്മൾ ഈ ഒരു ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ആ സീറ്റിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ബോട്ടം കറക്റ്റ് ആയിരിക്കും. ഇരിക്കുന്ന സമയത്ത് ഇത് വലിഞ്ഞിട്ട് ബാക്ക് ഭാഗം ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് മുകളിലേക്ക് കൊടുത്ത് സൈഡ് പോർഷൻ നമ്മൾ ഫ്രണ്ടിന് എത്രയാണോ എടുത്തത് ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു 2 ഇഞ്ച് തള്ളിയല്ലേ ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ 1/2 ഇഞ്ച് കരഭാഗമാണ്. അത് കളഞ്ഞ് ബാക്കി 1.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഓരോരുത്തർക്കും ബോട്ടത്തിൻ്റെ കട്ടിങ് ഓരോ രീതിയായിരിക്കും. ചിലർക്ക് അവർ പരീക്ഷിച്ച് നോക്കി, എല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അപ്പം നമുക്ക് പല കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് സംതൃപ്തി തോന്നുന്ന ഒരു മെത്തേഡായിരിക്കും നമ്മൾ ലാസ്റ്റായിട്ട് ഫൈനലാക്കുന്നത്. ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചിട്ട് ഒരേ വീതിയിൽ കട്ട് ചെയ്ത് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് ഒരു സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നമുക്കിരിക്കുമ്പോഴൊക്കെ ഒരു കംഫർട്ടായിട്ട് വരുന്നത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോഴാണ്. ആ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതും ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ലുക്ക് കിട്ടും. അതായത് നമ്മൾ മെൻസിൻ്റെ ബോട്ടമൊക്കെ തയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റായിട്ട് ഇട്ട് ഫ്രണ്ട് പോർഷൻ കുറച്ചും ബാക്ക് പോർഷൻ കുറച്ച് കൂടുതലായിട്ടും വന്ന് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. കാൽക്കുലേഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടും ബാക്കും നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പോക്കറ്റും ബെൽറ്റ് പോർഷനിലേക്കുമുള്ള ക്ലോത്തുമാണ് വേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള പീസാണ് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇനി നമുക്ക് വേണ്ടത് ബെൽറ്റിനേക്കുള്ള പീസാണ്. ഓരോരുത്തരും ബെൽറ്റ് വെക്കുന്ന രീതി വ്യത്യസ്തമാണ്. ചിലർ ഫ്രണ്ടിൽ വള്ളി കൊടുത്തിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുക്കും, ചിലർ ഫുള്ള് വള്ളി വെക്കും, ചിലർ ഫുൾ ഇലാസ്റ്റിക് കൊടുക്കും, ചിലർ ഫ്രണ്ടിൽ പടി കൊടുത്തിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുക്കും. കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഫ്രണ്ടിൽ വള്ളി കൊടുത്ത് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുക്കുന്ന രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇലാസ്റ്റിക് വലിഞ്ഞാലും കുറേ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് വലിഞ്ഞു പോയാലും നമുക്ക് ആ ഒരു വള്ളിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ലൂസോ ഇട്ട് കഴിയുമ്പോൾ ചെറിയ ലൂസൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ വള്ളി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല കറക്റ്റ് പിന്നെ നിൽക്കുന്ന രീതിയിൽ ബെൽറ്റ് വെച്ച് തയ്ച്ച് കൊടുക്കേണ്ട ആൾക്കാർക്ക് അങ്ങനെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചിലർ പറയും ബെൽറ്റ് വെച്ചാൽ മതി, വള്ളി വേണ്ട എന്ന് പറയുന്നവർക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് രീതിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.